3. ഹായ്, ഒരു പ്രൊഫഷണൽ സി വി എങ്ങനെ തയ്യാറാക്കാം? എന്താണ് അതിന്റെ പ്രാധാന്യം? നമ്മളിൽ പലരും പല ജോലികൾക്കായിട്ട് അപ്ലിക്കേഷനുകൾ അയക്കാറുണ്ട്. എന്നാൽ നമ്മുടെ അപ്ലിക്കേഷനുകൾ വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല. അപ്പോൾ ഒരു HR മാനേജർക്ക് അതെങ്ങനെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാം? അതുകൂടാതെ തന്നെ അതിന്റെ രഹസ്യമായിട്ടുള്ള ടിപ്പുകൾ എന്തൊക്കെയാണ്? വെൽക്കം ടു കോഡിംഗ് വിത്ത് വിൻവേ. ഒരു പ്രൊഫഷണൽ സിവിയുടെ പ്രാധാന്യം എങ്ങനെയാണ് പറയുന്നത്? ഒരു പ്രൊഫഷണൽ സിവിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് സർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും ഒരുപാട് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാറുണ്ട്. അതേപോലെ അതിൽ കുറേ കോൾസ് നമുക്ക് വരും, ഒരുപാട് കോൾസ് വരാതെയും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് HR മാനേജ്മെന്റിനകത്തേക്ക് നമ്മളുടെ CV എത്തിപ്പെട്ടാൽ കൂടെ നമുക്ക് അതിനകത്തുള്ള ശ്രദ്ധ കിട്ടുന്നില്ല. അവർ നോട്ടിഫൈ ആവുമ്പോഴാണ് നമുക്കുള്ള കോൾസ് കൂടുതൽ വരിക. അപ്പോൾ ഈ ഒരു സാധ്യത എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രൊഫൈലായിരിക്കും നമ്മളുടേത്. പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒരു ഷോക്കേസിലേക്ക് വെക്കുകയാണ്, അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ ലളിതമായതും നീറ്റായതും ക്ലീൻ ആയതുമായിട്ടുള്ള ഒരു CV ആയിരിക്കണം ഒന്ന്. രണ്ടാമത്തത്, അതിനകത്ത് കണ്ടന്റുകൾ എല്ലാം തന്നെ ഉൾപ്പെട്ടിരിക്കണം. അപ്പോൾ വാരി വലിച്ച് അങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ പാടില്ല. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിൽ, ഇപ്പോൾ ഏത് ജോബിനാണോ ഉദ്ദേശിക്കുന്നത് ആ ജോബിനുള്ള ശരിയായ കണ്ടന്റുകൾ അതിനകത്ത് ഉണ്ടാവണം. മൂന്നാമത്തത്, 6 മുതൽ 8 സെക്കൻഡ് വരെയാണ് ഒരു പ്രൊഫൈൽ മാക്സിമം അനലൈസ് ചെയ്യാനുള്ള ടൈം. ഒരു HR മാനേജ്മെന്റ് ഇരിക്കുന്ന ഒരു സ്റ്റാഫ് ഒരു പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് റെഫർ ചെയ്യുന്ന ഫസ്റ്റ് ടേമിൽപ്പെട്ട 6 മുതൽ 8 സെക്കൻഡ് വരെയുള്ള ടൈം. അപ്പോൾ ഇത്രയും ടൈം കൊണ്ട് അതിനകത്തുള്ള കണ്ടന്റ് അവർക്ക് ആവശ്യമുള്ള പ്രൊഫൈലാണോ, അതിനകത്ത് വേണ്ട ടെക്നോളജികളോ അല്ലെങ്കിൽ സ്റ്റാക്കുകളോ അല്ലെങ്കിൽ എന്താണോ ജോബിന്റെ പ്രയോറിറ്റിയിൽ നിൽക്കുന്നത്, അവർ അത് ആവശ്യമുള്ള ഡൊമൈനിലാണോ എന്നുള്ള ഡീറ്റെയിൽസ് പെട്ടെന്ന് കണ്ണിന് എടുക്കാൻ പറ്റുന്നതും അനലൈസ് ചെയ്ത് അവർക്കത് ഓക്കെ ആണ് എന്ന് തോന്നാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള CV ആയിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കീവേഡ്സും കാര്യങ്ങളും എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള സാധനമാണെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് റിട്ടേൺ കോൾസ് വരാൻ ചാൻസ് ഉണ്ട്. അതിലെന്തൊക്കെയോ കുറവുള്ളത് കൊണ്ടാണ് ഈ സാധനം സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ഇതാണ് അതിന്റെ ശരിയായിട്ടുള്ള വസ്തുത. അപ്പോ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ HR മാനേജറുടെ ശ്രദ്ധയിൽപ്പെടുന്നതാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ CV തയ്യാറാക്കുന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വരുമല്ലോ, അതെന്താണ് ആ സ്ട്രക്ചറുകൾ? ആക്ച്വലി എപ്പോഴും ഒരു CV തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു ഹെഡർ ഉണ്ടാവണം. ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പേര്, ഫോൺ നമ്പർ, നിങ്ങളുടെ പ്രൊഫഷണൽ ഇമെയിൽ ID, ദെൻ ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ ഗിറ്റബിൻ്റെ ഒക്കെ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള അതിൻ്റെ ലിങ്കുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഹെഡർ പോർഷനിൽ വേണ്ടി വരിക. ദെൻ നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പ്രൊഫഷണൽ സമ്മറിയാണ്. ഞാൻ ഇന്ന ടെക്നോളജി അല്ലെങ്കിൽ ഇന്ന ഇയറിൽ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇന്ന സിറ്റുവേഷനിൽ നിന്നാണ് വരുന്നത്, എനിക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, അതായത് കരിക്കുലം വിദ്യാഭ്യാസമൊന്നും ഇല്ല, പക്ഷെ ഞാൻ ഇന്ന ടെക്നോളജികളിൽ അല്ലെങ്കിൽ ഇന്ന ഡൊമൈനിലെല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ഇത്രത്തോളം ഉണ്ട്, ഞാൻ ഇന്ന സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്ന വിഷയങ്ങൾ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്, പ്രസന്റ് ഇന്നതാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ സമ്മറിയാണ് രണ്ടാമത് വരുന്നത്. അതേസമയം ഇനി മൂന്നാമതായിട്ട് കാണിക്കുന്നത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. വർക്ക് എക്സ്പീരിയൻസ് പറയുമ്പോൾ അതിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ, ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, വിൻഡ് IT പാർക്കിനകത്ത് ഒരു സീനിയർ ഡെവലപ്പർ അല്ലെങ്കിൽ ടീം ലീഡ് 2020 മുതൽ 2023 വരെ, അതിനകത്ത് ടീം ലീഡ് ആയിരിക്കുന്ന സമയത്ത് ടീമിനെ മാനേജ് ചെയ്തു, ടീമിനെ സപ്പോർട്ട് ചെയ്തു,
കോഡിങ്സിനുള്ള സപ്പോർട്ടിങ്, ദെൻ കസ്റ്റമർ സപ്പോർട്ടിങ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആ സമയത്തുണ്ടായിരുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നോ അതെല്ലാം വിശദമായിട്ട് കൊടുക്കാം. ഇതേപോലെ നമ്മളുടെ എക്സ്പീരിയൻസിനകത്ത് വന്നിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണോ അതിൽ ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ പീരീഡുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്തായിരുന്നു നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് മൂന്നാമത് വരുന്നത്. നാലാമതൊരു വിഷയം എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊജക്റ്റുകളാണ്. ഏതൊക്കെ പ്രൊജക്റ്റുകളിൽ ഏതൊക്കെ പീരീഡുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന് എന്തൊക്കെ ടെക്നോളജികളാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതിൽ എന്ത് റോളാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ശരിക്കും പ്രൊജക്റ്റുകളിൽ വരിക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടെക്നിക്കൽ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡെവലപ്പർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 മുതൽ 2023 വരെ ഞാൻ ഒരു ഡെവലപ്പർ ആയിട്ടാണ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്തത്. ആ സമയത്ത് ഇന്ന പ്രൊജക്റ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രൊജക്റ്റിലും ഏതൊക്കെ സ്റ്റാക്കുകൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതിലിപ്പോൾ ടെക്നോളജികൾ .NET ആവാം, അല്ലെങ്കിൽ PHP ആവാം, അല്ലെങ്കിൽ മെയിൻ സ്റ്റാക്ക് കൂട്ടത്തിൽ MS SQL, MySQL, അങ്ങനെ എന്തൊക്കെ ടൂൾസ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു സെഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ നമ്മുടെ ലാസ്റ്റ് എഡ്യൂക്കേഷൻ നടത്തിയിട്ടുള്ളത്, ഇപ്പോൾ ഡിഗ്രി ആയിരിക്കാം, അല്ലെങ്കിൽ PG ആയിരിക്കാം, ഇനി അതും അല്ലെങ്കിൽ വേറെ ഡിപ്ലോമ മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ ഈ ഡീറ്റെയിൽസ് അതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് കഴിഞ്ഞത്, ഏത് ഇയറിലാണ് കഴിഞ്ഞത്, അതേപോലെ തന്നെ വേണമെങ്കിൽ എത്ര സ്കോർ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. ദെൻ സ്കിൽസ് ആണ് അടുത്ത് വരുന്നത്. സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ടീം ലീഡ് ആവണമെങ്കിൽ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്, അതേമാതിരി തന്നെ ഡെവലപ്പർ ആയിരിക്കാൻ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്, അതേമാതിരി തന്നെ പ്രോജക്റ്റ് മാനേജർ. അപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏത് പ്രൊഫൈലിലേക്കാണ് നമ്മൾ ഒരു CV അല്ലെങ്കിൽ ഒരു അപ്ലൈ ചെയ്യുന്നത്, ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്നത്, ആ ജോബിന്റെ റോൾസ് എന്താണെന്ന് നോക്കുക. ആ റോളിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ CVക്കകത്ത് നമ്മൾ മെൻഷൻ ചെയ്യുക. അങ്ങനെ സ്കിൽസ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അച്ചീവ്മെന്റ്സ് ആൻഡ് സർട്ടിഫിക്കേഷൻസ് ആണ്. ആക്ച്വലി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയൊരു ടെക്നോളജി വന്നു, അതിൽ എൻ്റെ സ്കിൽ അപ്ഡേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഡാറ്റ അനലൈസിങ് അല്ലെങ്കിൽ AI, ML, മെഷീൻ ലേണിംഗ്, ഞാനിപ്പോൾ ഡെവലപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ കൂടെ തന്നെ ഇത് ഭാവിയിലേക്കുള്ള ഒരു സാധനമാണ്. അടുത്തൊരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ അടുത്തൊരു കമ്പനിയിലേക്ക് ഞാൻ മൂവ് ചെയ്യുന്ന സമയത്ത് അവർ ആവശ്യപ്പെടുകയാണ് ഈ മേൺ സ്റ്റാക്ക് അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്കിനൊപ്പം തന്നെ AI ടെക്നോളജിയോ അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങോ ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽ കൂടുതൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഇത് മുൻകൂട്ടി ഭാവിയിലേക്ക് കണ്ടിട്ടാണ് ഇത് പഠിക്കുന്നത്. ഇപ്പോൾ AIയോ MLോ ഇപ്പോൾ ഉദുമയിൽ നിന്നോ അല്ലെങ്കിൽ കോഡിംഗ് വിത്ത് ഉദുമയിൽ നിന്നോ എവിടെ നിന്നും ആയിക്കോട്ടെ, നമ്മൾ ആ പഠിച്ച വിഷയം ഇന്ന കോഴ്സ്, അതായത് കോഴ്സിന്റെ നെയിം സർട്ടിഫിക്കേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത് ഇന്ന ഇതിൽ നിന്നും കഴിഞ്ഞു, ഇപ്പോൾ ഉദുമയിൽ നിന്നോ അല്ലെങ്കിൽ കോഡിംഗ് വിത്ത് ഉദുമയിൽ നിന്നോ കഴിഞ്ഞു. ശേഷം ഏത് ഇയറിലാണ് മറ്റു ഡീറ്റെയിൽസ് കൊടുക്കാം, പരമാവധി ഷോർട്ട് ചെയ്ത് തന്നെ കൊടുക്കാം. അതേപോലെ എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ടോ അതെല്ലാം കാണിക്കാം. ഇപ്പോൾ സിസ്കോ എന്നൊരു സർട്ടിഫിക്കേഷൻ എടുക്കുകയാണ്, ആ സർട്ടിഫിക്കേഷൻ നമുക്ക് മെൻഷൻ ചെയ്യാം. പക്ഷെ നമ്മളൊരു PG UG ചെയ്യുന്ന മാതിരിയല്ല, ഇത് ടെക്നോളജി അപ്ഡേഷന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് ശരിക്കും ഇത് വരുന്നത്. അതുകൊണ്ടാണ് അച്ചീവ്മെന്റ് ആൻഡ് സർട്ടിഫിക്കേഷൻസ് എന്ന് പറയാൻ കാരണം. HR-ന് കുറച്ചുകൂടെ ഇംപ്രഷൻ കൂടുതൽ കിട്ടും ഈ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ പ്രൊഫൈൽ കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആണ് നമ്മൾക്ക് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് കൂടുതലും കമ്പനികൾ ATS ഒപ്റ്റിമൈസേഷൻ ആണ് ചെയ്യുന്നത്. ATS ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം. ഇപ്പോൾ ഒരു 100 CV കമ്പനിയിലേക്ക് വരികയാണെങ്കിൽ അതിൽ നിന്നും AI ടെക്നോളജി വെച്ചുകൊണ്ട് വരുന്ന CV-കളെ അനലൈസ് ചെയ്ത CV-യിൽ കണ്ടന്റുകൾ എത്രത്തോളം, ഇപ്പോൾ ഒരു .NET ഡെവലപ്പറിനെയാണ് നമ്മൾ തപ്പുന്നതെങ്കിൽ .NET ഡെവലപ്പർക്ക് ആ CVക്കകത്ത്
ഡോട്ട് നെറ്റ് എന്നുള്ള കീവേഡ് എത്ര എണ്ണം ഉണ്ടോ അതിന്റെ വാല്യൂ എത്രയുണ്ട് അതിൽ ടോപ്പ് പ്രയോറിറ്റിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു 100 പേര് വന്നതിൽ ആദ്യത്തെ 10 പേരിൽ ഒരു 5ഉം 6ഉം 7ഉം 8ഉം 10ഒക്കെ ആയിട്ട് ഡോട്ട് നെറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ 10എണ്ണം മെൻഷൻ ചെയ്ത വ്യക്തിയെ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യും. ശേഷം 7ഉം 8ഉം 9ഉം അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും എന്നിട്ട് അടുത്ത റൗണ്ടിലേക്ക് മാത്രമാണ് HR സ്റ്റാഫുകൾ ഇത് മാനേജ് ചെയ്യുക. അപ്പോൾ 90 പ്രൊഫൈലുകളും അവിടെ തള്ളപ്പെട്ടു. പിന്നെയുള്ള ഈ 10 പ്രൊഫൈൽ ഈ ഓട്ടോമേഷന്റെ ഭാഗമായിട്ട് ഔട്ട്പുട്ട് കിട്ടിയതാണ്. ആ ഔട്ട്പുട്ട് കിട്ടിയ CV-യിൽ നിന്നും പിന്നെ കോൾ ചെയ്തിട്ട് ഇന്റർവ്യൂവും ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് മറ്റുള്ളവർക്ക് മൂവ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു CV-യുടെ ഒരു ലെവൽ വരുന്നത്. ഓക്കെ, അപ്പോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ ഏതാണ്ട് മനസ്സിലായി. അപ്പൊ അങ്ങനെ തന്നെ HR ശ്രദ്ധ നേടാനുള്ള ടിപ്സുകൾ എന്തൊക്കെയാണ് അതിനകത്ത്? HR-ന്റെ ശ്രദ്ധ നേടാനുള്ള ടിപ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ലിങ്ക്ഡിൻ, നൗകരി, ഇൻഡീഡ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒന്ന്. പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ടൈറ്റുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി നമ്മുടെ പ്രൊഫൈൽ എന്താണ്, ഏത് റോളിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ ക്ലിയർ ആയിട്ട് നമ്മളത് മെൻഷൻ ചെയ്യണം. അതിലിപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ അല്ലെങ്കിൽ മേൺ സ്റ്റാക്ക് ഡെവലപ്പർ ഇത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. ദെൻ രണ്ടാമത് വരുന്നത് എപ്പോഴും നമ്മൾ CV ആണെങ്കിലും അല്ലെങ്കിൽ പ്രൊഫൈൽസ് ആണെങ്കിലും നിങ്ങൾ 1-2 പേജിന് മേലേക്ക് ഒരിക്കലും ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 പേജുകളൊക്കെ ആകുമ്പോൾ ഭയങ്കര വിരസമായിരിക്കും കാണുന്നതിന്. അപ്പോൾ ആരും ശ്രദ്ധിക്കാൻ വളരെ ചാൻസ് കമ്മിയാണ്. അതേമാതിരി ഡാറ്റയുടെ എണ്ണം കൂടുന്തോറും സ്വാഭാവികമായിട്ടും ഇത് അനലൈസിങ്ങിനെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാക്സിമം 1-2 പേജ് മാത്രം ഉപയോഗിക്കുക. പിന്നെ ഇതിനകത്ത് അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഫോണ്ടുകൾ ഏരിയൽ, കാൽബറി ഇങ്ങനെയുള്ള ഫോണ്ടുകൾ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അധികം നിറങ്ങളും ഇടാതെ ശ്രദ്ധിക്കുക. ഇടാം, കുഴപ്പമൊന്നുമില്ല. അതായത് ഹെഡറുകൾക്ക് മാത്രം അങ്ങനെ നോർമലായിട്ടുള്ള ഫോണ്ടുകൾ കളറിങ് മാത്രം യൂസ് ചെയ്യുക. ഓരോ ജോബിനും നമ്മുടെ കയ്യിലുള്ള ഒരേ CV തന്നെ സബ്മിറ്റ് ചെയ്യരുത് ഒരിക്കലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് ആ ടെക്നോളജികളൊക്കെ അറിയാൻ തന്നെ കൂട്ടിക്കോളൂ. ഇപ്പോൾ .NET ഡെവലപ്പർ ആണ്, ASP.NET ഡെവലപ്പർ ആണെങ്കിൽ അദ്ദേഹത്തിന് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് പിന്നെ ഏതെങ്കിലും ഡാറ്റാബേസ്. അതേ വ്യക്തിക്ക് തന്നെ PHP-യിലേക്ക് പോകണമെങ്കിൽ പോകാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ HTML, CSS, ASP.NET പകരം നമുക്ക് PHP, ദെൻ ഏതെങ്കിലും ഡാറ്റാബേസ് MS SQL-ഓ MySQL-ഓ ഏത് വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ഓരോ പ്രൊഫൈല്, ഓരോ ജോബിനും ഇൻഡിവിജ്വൽ പ്രൊഫൈൽസ് നമ്മൾ സെറ്റ് ചെയ്യണം. അത് ഇപ്പോൾ ഡെവലപ്പറിന്റെ സ്റ്റാക്കുകളിൽ വ്യത്യാസം വന്നു. ഇനി അത് പ്രൊഫൈൽ മാനേജർ തസ്തികയിലേക്കോ അല്ലെങ്കിൽ സീനിയർ ലെവലിലേക്കുള്ള ഡെവലപ്പേഴ്സോ അല്ലെങ്കിൽ ടീം ലീഡോ ഒക്കെ ആവുന്ന സമയത്ത് അതാത് ജോബ് റോളുകൾ എന്താണോ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലേക്ക് മാത്രമായിട്ട് നമ്മൾ പ്രൊഫൈൽസ് സെറ്റ് ചെയ്ത് വെക്കുക. അതുകൊണ്ട് ഇല്ലാത്തൊരു വിഷയം കൂട്ടിച്ചേർക്കാൻ പറയല്ല, നമ്മൾക്ക് ആ ഒരു സാധനം നോട്ടിഫൈ ചെയ്യാനും അവിടുന്ന് കോൾ കിട്ടാനും വേണ്ടിയിട്ടുള്ള നമ്മളുടെ കയ്യിലുള്ള എല്ലാ സാധനവും വളരെ വൃത്തിയായിട്ട് അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ HR-ന്റെ ശ്രദ്ധ നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട്. അതായത് കുറച്ച് അതിനകത്ത് വരുന്ന നേരത്തെ പറഞ്ഞ ഫോണ്ടിനെയും കളറിനെയും കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു റെഡ് ക്രോസ് ഇടുകയാണ്, അത് ആക്ച്വലി ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ആ സാധനം ഇല്ലാത്തൊരു സാധനത്തിന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലെങ്കിൽ CV എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിയെന്ന് വരില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ തീരെ ചാൻസ് ഇല്ല. കാരണം ഫസ്റ്റ് ലെവലിൽ ATS-കളാണ് ഈ സാധനത്തിന് അനലൈസ് ചെയ്യുന്നത്. അതേപോലെ ഇമെയിൽ ഐ ഡി എപ്പോഴും കാഷ്വൽ ആയിട്ടുള്ള ഇമെയിൽ ID യൂസ് ചെയ്യുക. ഒരിക്കലും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ cool dad@gmail.com, cool dude അങ്ങനെയൊക്കെ.
സംതിങ് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഒരു നമ്മുടെ പേരെന്താണ് അസീം ബാദുഷ @gmail.com. അപ്പോൾ ഇത് നമ്മുടെ ഓൺ നെയിമിലുള്ള സാധനമാണ്. നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതേപോലെ തന്നെ നമ്മുടെ സി വിയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത മറ്റൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ റിലീജിയസ്, അതായത് ഫോട്ടോസ് ഒരു സ്റ്റാൻഡേർഡ് ഫോട്ടോ വയ്ക്കാം. അപ്പോഴും ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും എഴുതാൻ പാടില്ല. അതേപോലെ നമ്മുടെ മെർജിൽ സ്റ്റാറ്റസ് തുടങ്ങിയ വിഷയങ്ങളൊന്നും സി വിക്കകത്ത് കൊണ്ടുവരാൻ പാടില്ല. ഇത് അവർക്ക് ആവശ്യമില്ല സത്യത്തിൽ. പിന്നീട് നമ്മുടെ പ്രൊഫൈലും നമ്മളുടെ വിഷയങ്ങൾ കണ്ടിട്ട് കോളെല്ലാം വന്ന് ഇന്റർവ്യൂവിൽ പോകുന്ന സമയത്ത് ഇത് ചോദിക്കണമെങ്കിൽ ചോദിക്കാനും മാത്രം. അതിൽ കൂടുതലായിട്ട് ഇതിനൊരു പ്രസക്തിയും അവിടെ ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ട വിഷയങ്ങളാണ്. ശരി. അപ്പോൾ ഒരു നല്ലൊരു പ്രൊഫഷണൽ സി വി എങ്ങനെ തയ്യാറാക്കാം, പിന്നെ അത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ നല്ലൊരു മോഡൽ ഒന്ന് കാണിച്ചു തരണം. തീർച്ചയായിട്ടും നമുക്കത് ഒരു സി വി എടുത്തൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. വളരെ ടെക്സ്റ്റ് എല്ലാം കമ്മി, മോഡലൊന്നും അവിടെ വിഷയമല്ല. പക്ഷെ കണ്ടന്റുകൾ പ്രോപ്പറായിട്ട് വരണമെന്നുള്ളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വ്യക്തി തന്നെ കൂട്ടിക്കോളും. നമുക്കൊരു സി വി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളൊരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ സി വി എന്നിട്ട് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റും ഒരു ഇമേജ് പ്ലേസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അത് നിർബന്ധമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സൈസിൽ എങ്ങനെ പ്രൊഫഷണൽ സി വി ചെയ്യാമെന്ന് നോക്കുമ്പോൾ ഇമേജ് നിർബന്ധമില്ല. എങ്കിലും ഒരു ചെറിയൊരു ഇമേജ് നമ്മൾ പ്ലേസ് ചെയ്യും. നമ്മുടെ പ്രൊഫഷണൽ ലുക്കിലുള്ള ഒരു ചെറിയൊരു ഇമേജ്. ദെൻ നമ്മളുടെ നെയിം, ശേഷം നമ്മളുടെ കോണ്ടാക്ട് നമ്പർ, ദെൻ നമ്മളുടെ ഇമെയിൽ ഐ ഡി. ഇമെയിൽ ഐ ഡി കഴിഞ്ഞാൽ തൊട്ട് താഴെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞായിരുന്നു ലിങ്ക്ഡിനോ ഗിറ്റബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലുള്ള അഡ്രസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. ശേഷം തൊട്ടടുത്ത ഒരു സാധനം വരുന്നത് പ്രൊഫഷണൽ സമ്മറിയാണ്. അതായത് നമ്മൾ ആരാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാനൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആണ്, കഴിഞ്ഞ 2 കൊല്ലമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ഡിസൈനിങ്, ഡെവലപ്മെന്റ്സ് ആൻഡ് മെയിൻ്റെനൻസ് വെബ് അപ്ലിക്കേഷൻസിലുണ്ട്, എനിക്ക് ഫ്രണ്ട് എൻഡിലും ബാക്ക് എൻഡിലും എനിക്ക് എക്സ്പീരിയൻസും സ്കിൽസും ഉണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ശരിക്കും പ്രൊഫഷണൽ സമ്മറി എന്ന് പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ദെൻ തൊട്ടടുത്ത് വരുന്നത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയിരുന്നു ഇന്ന കമ്പനിയിൽ ഇന്ന ഇയർ തൊട്ട് ഇന്ന ഇയർ വരെ ഇന്ന പീരീഡിനകത്ത്. ആ സമയത്ത് ഞാൻ ഡെവലപ്മെന്റ്, ഡിപ്ലോയ്മെന്റ്, റെസ്പോൺസീവ് വെബ് അപ്ലിക്കേഷൻസിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. യൂസിങ് ടെക്നോളജി ലൈക്ക് HTML, CSS, JavaScript. അങ്ങനെ നമ്മൾ എന്തൊക്കെ ടെക്നോളജികൾ ഇതിപ്പോൾ ഒന്ന് നോക്കി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന കീവേഡ് നമ്മൾക്ക് വന്നു. അതേപോലെ തന്നെ താഴെ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ HTML, JavaScript, React ആൻഡ് Node.js, ഇത്രയും ടെക്നോളജികൾ അതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്തു. ശേഷം ഡാറ്റാബേസ് ഒന്ന് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ MySQL മെൻഷൻ ചെയ്തിട്ടുണ്ട്, ദെൻ MongoDB മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ആ പീരീഡിനകത്ത് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പൊസിഷൻ, ദെൻ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ്, ദെൻ പീരീഡ്, അതിനുശേഷം ഏതൊക്കെ ടെക്നോളജികളാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ നമ്മളെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും കൂടെ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ തൊട്ട് താഴെ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂനിയർ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഈ ജൂനിയർ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്നത് 21-23 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. ശേഷം 23-ല് നമ്മൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിലേക്ക് മാറി പ്രസന്റ് വരെയുള്ള വിഷയങ്ങളാണ് വരുന്നത്. ഈ ജൂനിയർ ഡെവലപ്പർ ആയിരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നത്? അപ്പോൾ UI UX ഫ്രണ്ട് എൻഡിൽ വന്നിട്ട് UI UX ഡിസൈനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ബാക്ക് എൻഡിൽ API ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഒരു ഡെവലപ്പർക്ക് വേണ്ടി മാത്രമുള്ള സാധനമല്ല ശരിക്കും. ഇതേപോലെ നിങ്ങൾ സെയിൽസിലേക്കാണെങ്കിലും മാർക്കറ്റിംഗിലേക്കാണെങ്കിലും ഇല്ലെങ്കിൽ അഡ്മിൻ സൈഡ് ആണെങ്കിലും അതേപോലെ തന്നെ HR
അപ്പോൾ അഡ്മിൻ സൈഡിലേക്കാണെങ്കിലും അല്ലെങ്കിൽ HR സൈഡിലേക്കാണെങ്കിലും നമുക്ക് ഏത് ഭാഗത്തേക്കാണെങ്കിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമ്മളുടെ കയ്യിലുള്ള ടെക്നോളജി അല്ലെങ്കിൽ നമ്മൾ ഏതിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ട് കൊണ്ടുവരിക. ഇപ്പോൾ സെയിൽസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന ഡൊമൈനകത്ത് ഇന്ന മോഡലിലുള്ള ക്ലയൻസിനെ എല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഇന്ന പീരീഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനുവേണ്ടി ഇന്ന വിഷയങ്ങളെല്ലാം ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ദൂരത്തിലാണ് ഈ സംവിധാനം ഉള്ളത്. അങ്ങനെ വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രൊജക്ട്സ് എന്ന ഏരിയയിലാണ്. ഏതൊക്കെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് ഏത് പീരീഡിലായിരുന്നു, അതിൽ എന്തൊക്കെ ടെക്നോളജികൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, രണ്ടാമത് ടെക്നോളജികൾ വന്നു. HTML, CSS, JavaScript, PHP, സോക്കറ്റ് പ്രോഗ്രാമിംഗ്. ഇപ്പോൾ HTML 2 തവണ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾക്കതിൽ കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ATSന്റെ അൽഗോരിതത്തിനകത്തേക്കാണ് നമ്മൾ ഈ പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ATSനകത്ത് നോക്കുമ്പോൾ HTML ഒരു 10 തവണ മെൻഷൻ ചെയ്തിട്ടുള്ള പ്രൊഫൈൽ ആണെങ്കിൽ HTML വർക്കാണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു റോളിലേക്കാണ് എടുക്കുന്നതെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിനെ എടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ആ ATS സൊല്യൂഷൻ മസ്റ്റായിട്ട് നമ്മൾക്ക് നമ്മളുടെ ഈ പ്രൊഫൈൽ HR ഡിപ്പാർട്ട്മെന്റിലുള്ള ആരാണോ മാനേജ്മെന്റ് സ്റ്റാഫ് അവിടേക്ക് എത്തിക്കും. അപ്പോൾ പ്രൊജക്ട്സിൽ വന്നു, ഇന്ന പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഇന്ന ടെക്നോളജികൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൽ കസ്റ്റമർ വ്യൂ ആക്ച്വലി ആ പ്രൊജക്റ്റിൽ നമ്മുടെ റോൾ എന്തായിരുന്നു, നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ 2022 ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം എന്നൊരു സാധനം ചെയ്തിട്ടുണ്ട്. അത് .NET-ലാണ് ചെയ്തിട്ടുള്ളത്. ASP.NET, CSS, JavaScript, MS SQL. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, SQL-ലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ SQL ഡീറ്റെയിൽസ് അവിടെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ HTML അല്ലെങ്കിൽ CSS, JavaScript, MySQL ഇങ്ങനെയൊക്കെയാണ് അവർ കീവേഡ്സ് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ പ്രയോറിറ്റിയിലാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ATSനോട് പറയാണ് JavaScriptഉം CSSഉം SQLും അറിയുന്ന ഒരു വ്യക്തിക്കുള്ള റോളാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രൊഫൈൽ എത്ര വന്നിട്ടുണ്ട് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കീവേഡ് ഇട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്രൊഫൈലെല്ലാം ഹൈലൈറ്റ് ആയിട്ട് കാണിക്കാൻ സാധിക്കും. അതേപോലെ പ്രൊജക്റ്റുകൾ ഏതൊക്കെ ചെയ്തു, ശേഷം ഏത് ഇയറിലാണ്, ഏത് ടെക്നോളജി. ദെൻ അടുത്തത് വരുന്നത് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഇയറിൽ കഴിഞ്ഞു, എന്താണ് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ BCA കഴിഞ്ഞിട്ടുണ്ട്, 2017-ലും 2020-ലുമായിട്ടാണ് അവസാനിച്ചിട്ടുള്ളത്. അത് ഏത് അണ്ണാമല യൂണിവേഴ്സിറ്റിയാണ്, പവർ കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഡിപ്ലോമ ഡീറ്റെയിൽസും കൊടുത്തു. ശേഷം താഴെ സ്കിൽസിൽ ഒന്ന് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് എൻഡ് HTML, CSS, JavaScript. ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇപ്പൊ തന്നെ നമുക്ക് CSSഉം JavaScriptഉം 4 ഭാഗത്ത് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇത് ശരിക്കും ATS എന്ന് പറയുന്ന നമ്മളുടെ ആ ആപ്ലിക്കേഷൻ സൈഡിനെ അതിനകത്തുള്ള അൽഗോരിതത്തിനെയാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രൊഫൈൽ ഒന്നുകൂടെ റാങ്കിങ്ങിലേക്ക് വരും. അതേപോലെ ബാക്ക് എൻഡ്, ഡാറ്റാബേസ്, ഗിറ്റബ് ഇങ്ങനെയുള്ളതെല്ലാം മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഏതൊക്കെ സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ട്, അത് എവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തന്നെ ധാരാളമായിരിക്കും. പിന്നെ കൂടുതലായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു പ്രൊഫൈലിലേക്ക് പോകുന്ന സമയത്ത് ഒരു ലൈവ് ഇന്റർവ്യൂ ഒരു 10 മിനിറ്റ് കൂടിയിട്ട് അവർക്ക് അറിയാൻ പറ്റും എന്താ സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പ്രൊഫഷണൽ പ്രൊഫൈൽ വിത്ത് HR യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ATS സൊല്യൂഷൻസ് നമുക്ക് അതിനകത്തുള്ള അൽഗോരിതം നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും അതേപോലെ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് HR മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിലേക്ക് എത്തിക്കാനും പാകത്തുള്ള ഒരു പ്രൊഫൈലാണ് ഇപ്പൊ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൽ പണിത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കൂടെ ബെറ്റർ ആയിട്ട് ഈ സാധനം മുന്നോട്ട് വെക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു മോഡലും അദ്ദേഹം കാണിച്ചു തന്നു. അപ്പോൾ ഇതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ കോർഡിനേറ്റ് വിൻവേ. താങ്ക് യു.